Hi children, today we discuss a topic gene regulation, expression of gene, how it is regulated. Gene is expressed in the form of proteins, and proteins are made of amino acids, and the sequence of amino acid as per the sequence of nucleotide in the DNA, and the part of DNA from which a mRNA is synthesized first, which encoding the sequence for amino acid sequences. Okay, that part of DNA that is called transcription unit. And we have studied a part, the first part of transcription unit is promoter. What is its role? RNA polymerase attached to the promoter and move along the length of structural gene, then only the sequences present in the template strand of DNA is transcribed into the form of RNA. ഇവിടെ നമ്മൾ നോക്കിയേ ഒരു RNA polymerase പ്രൊമോട്ടറിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് and it start moving, but it cannot move. Why? There is another protein present. What is it? That is called repressor. ഇവിടെ ഒരു മോളിക്യൂൾ വന്നിരിക്കുക റിപ്രസർ. അപ്പം ഇതിന് പോകാൻ പറ്റുണ്ടോ? ഇല്ല. ഇങ്ങനെ ഈ ജീൻ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസമാണ് നമ്മളോട് പറയാൻ പോണത്. ദാറ്റ് ഈസ് കോൾഡ് ജീൻ റെഗുലേഷൻ. ഒന്നുകൂടിയും ആലോചിച്ച് നോക്കാം. ഈ ജീൻ റെഗുലേഷൻ ആവശ്യമാണോ? You know that the nucleus carrying chromosome in which DNA is present and the part of DNA is expressed in the form of RNA, then protein act as enzymes and take part in the expression of that genes in the form of certain traits. എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിലെ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളിലെല്ലാം കാണുന്ന DNA സെയിം ആണ്, സെയിം DNA പ്രസന്റ്. പക്ഷേ എല്ലാ സെല്ലും ഒരേപോലെ ആണോ എക്സ്പ്രസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ അതിന് എക്സ്പ്രസ് ചെയ്യാൻ അങ്ങനെ ആവശ്യത്തിനനുസരിച്ച് എക്സ്പ്രസ് ചെയ്യുക ഒരു വേണ്ട കാര്യമാണോ? ഈസ് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ ഈസ് എസെൻഷ്യൽ? Yes, it is essential because the expression is in the form of gene product, but the amount of gene product is a very small amount or very high amount is needed. According to need, their requirement is different. Hence, regulation of gene expression is essential. അപ്പോൾ ഒരു യൂക്കാരിയോട്ടിൽ സെല്ല് ഡിസ്റ്റിങ്ക്റ്റ് ന്യൂക്ലിയസ് അല്ലേ, അങ്ങനെയുള്ള ഒരു യൂക്കാരിയോട്ടിൽ എക്സ്പ്രഷൻ ഓഫ് ജീൻ റെഗുലേഷൻ, ജീൻ എക്സ്പ്രഷൻ ഈസ് റെഗുലേറ്റഡ് by 4 type different mechanisms. That is just before transcription or just after transcription, before translation and after translation. എന്തൊക്കെയാണ്? That during transcription തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഇനിഷ്യേഷൻ ഓഫ് ട്രാൻസ്ക്രിപ്ഷൻ, RNA പോളിമറേസ് കറക്റ്റ് പ്ലേസിൽ വന്ന് പ്രൊമോട്ടറിൽ വന്ന് അറ്റാച്ച് ചെയ്യുമ്പോൾ തന്നെ അവിടെ ഒരു റെഗുലേഷൻ നടക്കും. ഇനി അവിടെ നിന്ന് അത് മൂവ് ചെയ്തു RNA ഉണ്ടായി എന്ന് വിചാരിക്കുക. അപ്പോൾ ദാറ്റ് ഈസ് പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷൻ ലെവൽ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് RNAയിൽ കുറേ പരിപാടി നടക്കും. എന്തൊക്കെയാണ്? that mRNA processing, splicing, capping, tailing അല്ലേ? അപ്പോൾ ഈ പ്രോസസ്സൊക്കെ വഴി കൃത്യമായ എക്സോണുകളെ മാത്രം, ഇൻട്രോണുകളെ തള്ളിക്കളഞ്ഞ് എക്സോണുകളെ മാത്രം സെലക്ട് ചെയ്ത് മെത്തിലേറ്റഡ് ഗുവാനൈൻ ട്രൈഫോസ്ഫേറ്റ് ഉള്ള ക്യാപ്പിട്ട് പോളി എ ടെയിലിട്ട് ആ RNA പ്രോസസ് ചെയ്യും യൂക്കാരിയോട്ടിൽ എന്ന് നിങ്ങൾ പഠിച്ചു. അപ്പോൾ അവിടെ വെച്ചും ഒരു റെഗുലേഷൻ നടന്നു. പിന്നീട് അത് ന്യൂക്ലിയോപോറിൽ കൂടെ വന്ന് സൈറ്റോപ്ലാസത്തിൽ കിടക്കുമ്പോൾ അതിൽ ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകും. അപ്പോൾ കറക്റ്റായിട്ട് ഈ റൈബോസോമൽ യൂണിറ്റ് വന്നിട്ട് ആ AUG ഫസ്റ്റ് കൊഡോണിനെ ലൊക്കേറ്റ് ചെയ്യുമ്പോഴാണ് ട്രാൻസ്ലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചും അത് ബ്ലോക്ക് ചെയ്യപ്പെടാം, റെഗുലേറ്റ് ചെയ്യപ്പെടാം. ദെൻ ദാറ്റ് mRNAയിൽ നിന്ന് എന്താണ് അമിനോ ആസിഡ് സീക്വൻസസ് വന്ന് പ്രോട്ടീൻ ആവും.
ഈ പ്രോട്ടീൻ പിന്നീട് അത് ഡീഗ്രേഡ് ചെയ്യപ്പെടാം, അതിൻ്റെ എക്സ്പ്രഷൻ പൂർണ്ണമാവണമെന്നില്ല. അപ്പോൾ പല പല ലെവലുകളിൽ ദാറ്റ് ദ ജീൻ ക്യാൻ റെഗുലേറ്റഡ്, ആ എക്സ്പ്രഷനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ഇൻ യൂകാരിയോട്സ്. The concept of regulation of gene expression by a term called operon, first introduced by Jacob and Monod. In prokaryote, ബാക്ടീരിയ പോലുള്ള പ്രൊക്കാരിയോട്ടുകളിൽ ഇത്തരത്തിലുള്ള റെഗുലേഷൻ കൺട്രോൾ ചെയ്തിട്ടുള്ളത് അക്കോർഡിംഗ് ടു ജേക്കബ് മൊണാഡ് ബൈ എ സിസ്റ്റം, ഓപ്പറോൺ സിസ്റ്റം. ഓപ്പറോൺ സിസ്റ്റം. വാട്ട് ഈസ് ഓപ്പറോൺ? ഡെഫിനിഷൻ പഠിക്കുക. ഇറ്റ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻസ്. കണ്ടോ, സ്ട്രക്ചറൽ ജീൻ 1, 2, 3 സ്ട്രക്ചറൽ ജീൻ whose expression is coordinated by a common promoter and a regulator gene. അപ്പോൾ ഒരു കോമൺ പ്രൊമോട്ടറും റെഗുലേറ്റർ ജീനും വെച്ച് ഒരു ഗ്രൂപ്പ് ഓഫ് ജീനുകളെ കൺട്രോൾ ചെയ്യുന്ന മെക്കാനിസത്തിന് പറയുന്ന പേരാണ് ഓപ്പറോൺ. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓപ്പറോൺ? ലാക് ഓപ്പറോൺ, ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ, ഹിസ്റ്റഡീൻ ഓപ്പറോൺ, അറാബിനോസ് ഓപ്പറോൺ ആൻഡ് വാലൈൻ ഓപ്പറോൺ. ഇതാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞ ടേംസ്, ഇൻക്ലൂഡിങ് ലാക് ഓപ്പറോൺ. ദാറ്റ് ഇതിൽ ഇതൊന്നും കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനില്ല. എല്ലാ ടൈപ്പ് ഓപ്പറോണിലും ഇതുപോലെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് സ്ട്രക്ചറൽ ജീൻ വിച്ച് ഈസ് കൺട്രോൾഡ് ബൈ കോമൺ പ്രൊമോട്ടർ ആൻഡ് ദ റെഗുലേറ്റർ ജീൻ. നമുക്ക് കൂടുതൽ പഠിക്കാനുള്ളത് ലാക് ഓപ്പറോൺ എന്ന ഒരു ഓപ്പറോൺ സിസ്റ്റമാണ്. അത് അസോസിയേഷൻ ഓഫ് സ്ട്രക്ചറൽ ജീനാണ് എന്ന് പറഞ്ഞു. കൺട്രോൾഡ് ബൈ എ കോമൺ ഓപ്പറേറ്റർ ആൻഡ് പ്രൊമോട്ടർ ആൻഡ് എ റെഗുലേറ്റർ ജീൻ. അപ്പോൾ ഇവിടെ 3 ടൈപ്പ് എൻസൈംസ് ആണ് ഈ സ്ട്രക്ചറൽ ജീനിലുള്ളത്. ഏതൊക്കെയാണ് 3 ടൈപ്പ് എൻസൈം? Z, Y, A. ആൻഡ് ഈച്ച് എൻസൈം, ഈച്ച് ജീൻ ഈസ് code for different types of enzymes. Z code for galactosidase, beta galactosidase, and Y code for permease, and A code for transacetylase. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടുള്ളതാ? വിച്ച് ഹെൽപ്പ് ഫോർ ലാക്ടോസ് ഡൈജഷൻ. അപ്പോൾ ലാക്ടോസ് ഈ കോളൈ വളരുന്ന മീഡിയത്തിൽ ഉണ്ടെങ്കിൽ ആണ് ഈ എൻസൈമുകൾ ഉണ്ടാക്കേണ്ട ആവശ്യം. എന്നാലേ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലാത്തപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. ഈ കോളൈ 2 മീഡിയത്തിലും വളരും, ഇൻ ദ മീഡിയം ഓഫ് ഗ്ലൂക്കോസ് ആസ് വെൽ ആസ് ലാക്ടോസ്. ഇഫ് ലാക്ടോസ് ഈസ് പ്രസന്റ്, ദാറ്റ് ലാക്ടോസ് enter into the cell, they absorb the lactose because permease വളരെ ചെറിയ അളവിൽ എപ്പോഴും സിന്തസൈസ് ചെയ്യപ്പെടും. അപ്പോൾ പെർമിയേസിൻ്റെ പ്രസൻസിൽ ലാക്ടോസ് അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും. എന്നിട്ട് ആ ലാക്ടോസിനെ അത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഈ 3 എൻസൈമും നല്ല ക്വാണ്ടിറ്റി അവിടെ ഉണ്ടാവണം. അപ്പോൾ ഈ ജീനുകൾ അത് എക്സ്പ്രസ് ചെയ്ത് അത് ഉണ്ടാക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് നോക്കാം വിച്ച് ആർ ദ പാർട്സ് ഓഫ് ലാക് ഓപ്പറോൺ എന്ന് ഓർത്ത് വെച്ചോളൂ. റെഗുലേറ്റർ ജീൻ, നേരത്തെ നമ്മൾ പറഞ്ഞു റെഗുലേറ്റർ ജീൻ, ദെൻ സ്ട്രക്ചറൽ ജീൻ, ഓപ്പറേറ്റർ ആൻഡ് ദ സ്ട്രക്ചറൽ ജീനിൻ്റെ പ്രൊമോട്ടർ ആൻഡ് ഡിഫറെൻറ്റ് സ്ട്രക്ചറൽ ജീൻസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്പ് എൻസൈംസ്. അപ്പോൾ ലാക് ഓപ്പറോൺ കൺട്രോൾഡ് ബൈ എ കോമൺ റെഗുലേറ്റർ ജീൻ. ഓക്കെ, controlled by a common regulator gene. ഇതിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ ഈ റെഗുലേറ്റർ ജീൻ ഓൾവേസ് പ്രൊഡ്യൂസ് എ റിപ്രസർ പ്രോട്ടീൻ, and this repressor protein inhibit the movement of RNA polymerase over structural gene. How? As well as the repressor protein is synthesized, it always attached to a particular point. Which point? Operator. When it attaches to operator, it inhibit the movement of RNA polymerase over the later portion of the structural gene. Hence, the structural gene remain inactive. ഇതെപ്പോഴാണ് നടക്കേണ്ടത്? നമ്മൾ നേരത്തെ പറഞ്ഞു, when lactose not present in the cultural medium. ലാക്ടോസ് ഇല്ലെങ്കിൽ ഈ സ്ട്രക്ചറൽ ജീൻ ഇനാക്റ്റീവ് ആയിരിക്കണം.
അപ്പോൾ ഇത് ഇനാക്റ്റീവ് ആക്കി നിർത്തുന്നത് ആരാ? ഈ റിപ്രസർ പ്രോട്ടീനാണ്. അങ്ങനെ റിപ്രസർ പ്രോട്ടീൻ ഒരു നെഗറ്റീവ് റെഗുലേഷൻ കാണിക്കും. നോക്കൂ, റിപ്രസർ പ്രോട്ടീൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നു. ആ റിപ്രസർ പ്രോട്ടീൻ ഓടിപ്പോണു, എവിടെ പോയി പിടിക്കും? ഓപ്പറേറ്ററിൽ പിടിക്കും. ഓപ്പറേറ്ററിൽ പിടിച്ചാൽ ഇനി ഈ പ്രൊമോട്ടർ, ഇതാണ് സ്ട്രക്ചറൽ ജീനിന്റെ പ്രൊമോട്ടർ. ഇത് നേരത്തത് ഈ ഐ ജീനിന്റെ പ്രൊമോട്ടർ ആയിരുന്നു. അപ്പൊ ഈ സ്ട്രക്ചറൽ ജീനിന്റെ പ്രൊമോട്ടറിൽ ഇനി ഒരു RNA പോളിമറേസിന് വന്ന് അറ്റാച്ച് ചെയ്ത് ഇതിൽ കൂടെ നീങ്ങാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് അത് ഇങ്ങനെ ഈ ഓപ്പറേറ്ററിൽ പോയി പിടിച്ചത്? ബിക്കോസ് ലാക്ടോസ് ഈസ് നോട്ട് പ്രസന്റ് ഇൻ ദ മീഡിയം. അപ്പൊ ഇഫ് ലാക്ടോസ് ഈസ് നോട്ട് പ്രസന്റ്, the E. coli would not require the synthesis of enzymes to digest the lactose. അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലായത്? The gene expression is controlled by metabolic, physiological, environmental conditions. അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് ജീൻ എക്സ്പ്രസ് ചെയ്യാന്ന് അർത്ഥം. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾ, സെൽസ്, അത് എല്ലാ സെല്ലും ഒരേ ടൈപ്പ് DNA ആണ്. പക്ഷേ എല്ലാ സെല്ലിൻ്റെയും ജീൻ എക്സ്പ്രഷൻ ഒരേപോലെയാണോ? ഇപ്പോൾ നമ്മുടെ സ്കിൻ ഫിംഗർ ടിപ്പിലുള്ള സെല്ല് എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല നമ്മൾ റോഡ് സെൽ ആൻഡ് കോൺ സെൽ എക്സ്പ്രസ് ചെയ്യാം. അതുപോലെയല്ല നമ്മുടെ സ്റ്റൊമക് സെൽ എക്സ്പ്രസ് ചെയ്യാം. അപ്പം ദാറ്റ് എക്സ്പ്രഷൻ ഈസ് ഡിഫറെൻറ്റ് അക്കോർഡിംഗ് ടു നീഡ്, റിക്വയർമെൻറ്റ് നമ്മൾ ഫസ്റ്റ് പഠിച്ചു. ഇനി അപ്പോൾ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടായ എന്താ സംഭവിക്കുക? വാട്ട് ഹാപ്പൻസ് വെൻ ലാക്ടോസ് ഈസ് പ്രസന്റ്? ദർ ഈസ് need to make lactose digesting enzymes. Then what happened? The repressor protein, it start to move to join with the operator, but the lactose prevent its movement. The lactose itself, allolactose, അല്ലെങ്കിൽ lactose, it may turn into lactose, and it join with the repressor protein. Then repressor protein cannot move and attach on the operator. Then what happened? The RNA polymerase attached to the promoter and it can freely move over the structural genes ZYA. Then these enzymes are synthesized: galactosidase, permease, transacetylase. They, what is its role? It digests the lactose. അപ്പോൾ ലാക്ടോസിന്റെ എമൗണ്ട് എന്ത് ചെയ്യും? കുറഞ്ഞു വരും. ഫൈനലി ദർ ഈസ് നോ മോർ ലാക്ടോസ്. അപ്പോൾ പിന്നെ വീണ്ടും പഴയ കാര്യം ആവർത്തിക്കും. ഓക്കെ, വീണ്ടും പോയി റിപ്രസർ പ്രോട്ടീൻ ഇതിൽ അറ്റാച്ച് ചെയ്യും. വീണ്ടും ലാക്ടോസ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദ റിപ്രസർ പ്രോട്ടീൻ ജോയിൻസ് വിത്ത് ദ ലാക്ടോസ്. ദെൻ ഹിയർ ദ ലാക്ടോസ് ഇറ്റ്സെൽഫ് control the production of enzymes. So with respect to lactose, we can hear the Lac Oepron is a positive control. Lactose ഉണ്ടെങ്കിൽ ഈ സ്ട്രക്ചറൽ ജീൻ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. ലാക്ടോസ് ഇല്ലെങ്കിൽ റിപ്രസർ പ്രോട്ടീൻ ഈ സ്ട്രക്ചറൽ ജീനിനെ ഇനാക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ നെഗറ്റീവ് കൺട്രോളും ലാക്ടോസ് ലാക് ഓപ്പറോണിന്റെ പോസിറ്റീവ് കൺട്രോളുമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. റെഗുലേഷൻ നമുക്കൊന്നുകൂടി നോക്കാം. RNA പോളിമറേസ് മൂവ് ചെയ്യാൻ പോകുന്നു, ലാക്ടോസ് പിടിക്കുന്നു, അതിനെ മാറ്റുന്നു. അപ്പോഴേക്കും RNA പോളിമറേസ് എൻസൈം വന്നിട്ട് ഇതിൻ്റെ മീതെ കൂടെ മൂവ് ചെയ്യുന്നു. ദാറ്റ് എൻസൈംസ് അല്ലേ, ബീറ്റാ ഗാലക്ടോസിഡേസ്, permease and transacetylase are synthesized. അപ്പോൾ റിപ്രസർ പ്രോട്ടീൻ പോയി ഓപ്പറേറ്ററിൽ പിടിക്കാൻ പോയതാണ്. അപ്പോഴേക്കും എന്താണ്, ലാക്ടോസ് തന്നെ അതിൻ്റെ ഓപ്പറേറ്ററിലുള്ള കൂട്ടുകെട്ടിനെ ബ്ലോക്ക് ചെയ്തു. അപ്പോൾ ലാക്ടോസ് മീഡിയത്തിൽ ഉണ്ടെങ്കിൽ സ്ട്രക്ചറൽ ജീൻസ് ആക്ടിവേറ്റഡ് ആണ്, അതല്ലെങ്കിൽ നോട്ട് ആക്ടിവേറ്റഡ്. അപ്പോൾ ജീൻ എക്സ്പ്രഷൻ ഈസ് കൺട്രോൾഡ് ബൈ certain conditions. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ എല്ലാ സെല്ലിലും ഒരേ ടൈപ്പ് DNA ആണ്, ബട്ട് നോട്ട് ഓൾ ഓഫ് ദം നീഡ് ടു ബി ആക്റ്റീവ് ഓൾ ദ ടൈം. ഓക്കെ, അപ്പോൾ ജീൻ എക്സ്പ്രഷൻ ഈസ് അണ്ടർ certain conditions. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളൊരു പുതിയ ബ്രാഞ്ചാണ് എപ്പിജെനറ്റിക്സ്.
നിങ്ങളുടെ ടെക്സ്റ്റിലില്ല, ഒരു ഹയർ റെഫറൻസിന് വേണ്ടിയിട്ടാണ്. ജെനറ്റിക്സ് പഠിക്കണതിൻ്റെ എല്ലാ കാര്യവും നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ എക്സ്ട്രാ പോയിന്റ്സിലേക്ക് കടക്കാൻ സാധിക്കും. അപ്പോൾ വാട്ട് ഈസ് എപ്പിജെനറ്റിക്സ്? ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹെറിഡിറ്റബിൾ ഫിനോട്ടിപ്പിക് ചേഞ്ചസ് that do not involve any alteration in DNA sequence. എന്ന് വെച്ചാൽ ഇപ്പം ഒരു ചൈൽഡ് ഈസ് ബോൺ വിത്ത് എ സ്പെസിഫിക് DNA, ബട്ട് എക്സ്പീരിയൻസസ് എഫക്റ്റ് ദ എക്സ്പ്രഷൻ ഓഫ് ദാറ്റ് ജീൻ. ഈ കുഞ്ഞ് വളരും തോറും പല പല എക്സ്പീരിയൻസസ് ഉണ്ടാവും, അതിനനുസരിച്ചാണ് ആ ജീനിൻ്റെ എക്സ്പ്രഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം നമുക്കറിയാം, നമ്മൾ വല്ലാതെ സൺലൈറ്റ് എക്സ്പോഷർ ചെയ്യുകയാണെങ്കിൽ ആ ഏരിയയിൽ നമ്മൾ വല്ലാതെ ഒരു ബ്ലാക്ക് കളർ അല്ലേ, നമ്മുടെ സ്കിൻ കളർ ചേഞ്ച് ചെയ്യും. നല്ലോണം സൺലൈറ്റ് കിട്ടാത്ത ഭാഗത്ത് വേറൊരു ഡിഫറെൻറ്റ് കളറായിരിക്കും. അതെന്തായിരിക്കും കാരണം? ഒരേ സ്കിൻ, ഒരേ DNA എല്ലായിടത്തും, പക്ഷെ എന്താ വേറെ വ്യത്യാസം വന്നത്? നമുക്കറിയാം, ടാനിൻ അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്, മെലാനിൻ പിഗ്മെന്റ്സ് അവിടെ വന്നിട്ടാണ്. അതിന് കാരണം ആ പർട്ടിക്കുലർ സെൽസിലെ DNA എക്സ്പ്രസ് ചെയ്യുന്നു, അതുകൊണ്ടാണ് അവിടെ ആ പിഗ്മെന്റേഷൻ വന്നത്. അപ്പോൾ എക്സ്പീരിയൻസ് ആണ് എക്സ്പ്രഷൻ ഓഫ് ജീനിനെ എഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു ഐഡന്റിക്കൽ ട്വിൻസ് അവരുടെ ബിഹേവിയർ, അവരുടെ സ്കിൽസ്, ഹെൽത്ത്, അച്ചീവ്മെന്റ്സ് ഒക്കെ ഡിഫറെൻ്റ് ആകുന്നത്. അതിന് കാരണം എന്താണ്? ഈ റേറ്റ് ഓഫ് ജീൻ എക്സ്പ്രഷൻ നമ്മൾ പറഞ്ഞല്ലോ, റേറ്റ് ഓഫ് ജീൻ എക്സ്പ്രഷൻ ഈസ് ഡിഫറെൻ്റ് അക്കോർഡിംഗ് ടു നീഡ്. അങ്ങനെ ഓരോ പ്രാവശ്യവും ജീൻ എക്സ്പ്രഷൻ നടത്തുമ്പോൾ there are according to the gene expression level some chemical markers are added on the genes. Chemical markers are added on the genes. There are different chemical markers in the form of acetylation or methylation of DNA or the modification of histone. നമുക്കറിയാം പാക്കിംഗ്, ഹെട്രോക്രോമാറ്റിൻ, യുക്രോമാറ്റിൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹെട്രോക്രോമാറ്റിൻ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ പോർഷനിലെ ജീൻ എക്സ്പ്രസ് ചെയ്യാനേ പറ്റില്ല. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഹിസ്റ്റോൺസ് ആണ്. നമ്മൾ പാക്കിങ്ങിൽ പഠിച്ചിട്ടുണ്ട്. ആ ഹിസ്റ്റോണിൽ ചെറിയ മോഡിഫിക്കേഷൻസ് വന്നാൽ അപ്പോൾ അതിന് അവിടെ ഒന്ന് ലൂസായിട്ട് അതിനെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ there are different chemical markers are added to the DNA when that DNA is ready for expression. അതാണ് സംഭവിക്കുന്നത്. നമ്മൾ ഫെർട്ടിലൈസ്ഡ് ഓവായി, ടിഷ്യൂ ഓർഗനായി, ഒരു യങ് വൺ ആകുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ കാണുന്ന എല്ലാ സെല്ലിലും സെയിം ടൈപ്പ് DNA ആണ്. പക്ഷേ ജീവിതം തുടങ്ങുമ്പോൾ ആ ഫീറ്റൽ ഡെവലപ്മെൻറ്റ് ഓൺവേർഡ്സ് ഡിഫറെൻ്റ് എൻവയൺമെൻറ്റൽ ചേഞ്ചസ് കോസിങ് ഡിഫറെൻ്റ് ടൈപ്പ് പാറ്റേൺ ഓഫ് ജീൻ എക്സ്പ്രഷൻസ്. ആ ഓരോ ജീൻ എക്സ്പ്രഷനിലും എന്ത് നടക്കും? accumulation of the chemical markers are added and they are accumulated during their lifetime. ഒരാളുടെ ജീവിതത്തിൽ അതിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. ആ കെമിക്കൽ മാർക്കേഴ്സ് ഉണ്ടായി കഴിഞ്ഞാൽ അത് അക്യുമുലേറ്റ് ചെയ്യും. മാത്രമല്ല അത് അടുത്ത ജനറേഷനിലേക്ക് ഇൻഹെറിറ്റ് ചെയ്യുകയും ചെയ്യും ത്രൂ ദെയർ ഗാമേറ്റ്. അതിനെയാണ് പറയുന്നത് എപ്പിജീനോം എന്ന്. ആ കെമിക്കൽ മാർക്കേഴ്സ് ആഡ് ചെയ്തപ്പെട്ടാൽ അതിന് പറയുന്ന പേരാണ് എപ്പിജീനോം. DNA സീക്വൻസിലൊന്നും മാറ്റം ഉണ്ടായില്ല, പക്ഷേ അതിൽ കുറച്ച് കെമിക്കൽ മാർക്കേഴ്സ് ആഡ് ചെയ്തിട്ട് കുറച്ച് കെമിക്കൽ മാർക്കേഴ്സിൻ്റെ ആഡിങ് വന്നപ്പോൾ അതിന് പറയുന്ന പേരാണ് എപ്പിജീനോം. ഇറ്റ് മേ ബി ഇൻഹെറിറ്റഡ് ടു ദ നെക്സ്റ്റ് ജനറേഷൻ. മാത്രമല്ല ഒരു സിംഗിൾ ഇൻഡിവിജ്വലിൽ അത് പല ടൈപ്പ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ക്യാൻസർ, ഏജിങ് അതിനൊക്കെ കാരണമാവും. നമ്മൾ പ്രായമായി മരിക്കാനൊക്കെ കാരണം ഈ അക്യുമുലേറ്റഡ് കെമിക്കൽ മാർക്കേഴ്സാണ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാവുന്നത് ഇത്രയേ ഉള്ളൂ. ജീൻസ് they are present
in our DNA, നമ്മളൊരു ഒരു ഗൺ പോലെയാണ് ആ ജീൻസ് നമ്മുടെ കയ്യിൽ ലോഡ് ചെയ്ത ഗൺ പോലെ. അത് ഷൂട്ട് ചെയ്യണോ എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് നമ്മളുടെ ലൈഫ് സ്റ്റൈൽസ്. കാരണം നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത്, അതിനനുസരിച്ച് എന്ത് എക്സ്പ്രഷനാണ് ഉണ്ടാക്കുന്നത്, അതിനനുസരിച്ചാണ് ആ DNA എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമ്മുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സിനെ മാറ്റി ഒരു നല്ല ഹാബിറ്റുകളെ നമ്മുടെ ജീൻ എക്സ്പ്രസ് ചെയ്യാൻ നല്ല ടൈപ്പ് എക്സ്പീരിയൻസസ് കൊടുക്കുക, നല്ല ജീനുകളെ ആക്കി അതിൻ്റെ എക്സ്പ്രഷൻസ് നന്നാക്കുക. നല്ല ജീനൊക്കെ അല്ല, എക്സ്പ്രഷൻസ് നന്നാക്കുക. അപ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരു ഫ്രഷ് ബിഗിനിങ് അല്ലേ? അത് നമുക്ക് ഒട്ടും ലേറ്റ് ആയിട്ടില്ല, നമുക്ക് നേരത്തെ തുടങ്ങാം. അപ്പം നല്ല എക്സ്പീരിയൻസസ് കൊടുക്കുക. ആ നല്ല എക്സ്പീരിയൻസസ് വഴി നല്ലൊരു സ്റ്റാർട്ടപ്പ് ഉണ്ടാകും ആൻഡ് എ ഹാപ്പി ലൈഫ് ആസ് വെൽ ആസ് ടു നെക്സ്റ്റ് ജനറേഷൻ ഓൾസോ. കാരണം ഒരു പ്രഗ്നൻറ്റ് ലേഡി ഇപ്പോൾ സ്മോക്ക് ചെയ്യുകയാണെങ്കിൽ ആ ബാഡ് എക്സ്പീരിയൻസസ് ആണ്. അപ്പോൾ ആ ജീൻ അതിനുള്ള എക്സ്പ്രഷൻസ് അവിടെ ഉണ്ടാവും. അത് ആ ലേഡിക്ക് മാത്രമല്ല, അവരുടെ സെല്ലുകളിൽ മാത്രമല്ല, ഗ്യാമേറ്റിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രഗ്നൻ്റ് ഫീറ്റസിൻ്റെ ജീനിനും അത് എഫക്റ്റ് ചെയ്യും. ആ പ്രഗ്നൻ്റ് ഫീറ്റസ് ഒരു ഡോട്ടർ ആണെങ്കിൽ അതിൻ്റെ 3rd ജനറേഷനിലുള്ള ആവശ്യമായിട്ടുള്ള പ്രൈമോർഡിയൽ ജേം സെല്ലിനെയും എഫക്റ്റ് ചെയ്യും. അങ്ങനെ 3 ജനറേഷനാണ് ഇവിടെ എഫക്റ്റഡ് ആവുക ഒരു ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട്. അപ്പോൾ നല്ല എക്സ്പീരിയൻസസ് കൊടുക്കുക. എവരി മൊമെന്റ് ഈസ് എ ഫ്രഷ് ബിഗിനിങ് ചിൽഡ്രൻ. ഓക്കെ, താങ്ക് യു.